ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ശ്രുതി വ്രതത്തിലായതുകൊണ്ട് തന്നെ ശ്രുതിയും ഭക്ഷണം കഴിക്കാതിരിക്കണമെന്ന് സച്ചി പറയുന്ന നേരത്തെ എൻ്റെ ഭക്ഷണമാണ്, ഞാനിത് കഴിച്ചിരിക്കുമെന്നൊക്കെ പറയുന്ന സമയത്ത് വേഗം തന്നെ സച്ചി ശ്രീകാന്തിനോടും അതുപോലെ തന്നെ രേവതിയോടായിട്ട് ഞാൻ അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരിൽ ആരെങ്കിലും ഒരാളെ ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല എന്നൊക്കെ മറുപടി പറയുന്നുണ്ടല്ലേ. അതിനുശേഷം ചോദിക്കുന്ന വർഷയോടാണ്. വർഷയോട് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് വിശന്നാൽ ഞാൻ കഴിക്കുമെന്ന് പറയുന്ന സമയത്ത് ശ്രീകാന്ത് വേഗം തന്നെ ഭയങ്കര ഇനി ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നാലും കഴിക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വിശപ്പ് വേറെ വയറ് വേറെ, വിശന്നാൽ ഭക്ഷണം കഴിക്കണം എന്ന് വർഷ പറയുന്നത് കേൾക്കുമ്പോഴാണ് ശ്രുതിക്ക് സമാധാനമാവുന്നത്. ശ്രുതി അപ്പോൾ തന്നെ പറയുന്നത് അതെ വർഷ പറയുന്നതാണ് നേര് എന്ന് പറയുമ്പോൾ തന്നെ സച്ചി തൻ്റെ പ്ലാനിങ് എല്ലാം തന്നെ വർഷയുടെ ഒരു ഒറ്റ വാക്കിൽ പോയല്ലോ എന്നോർത്ത് ആകെ ടെൻഷൻ അടിക്കുകയാണ്. എന്നിരുന്നാലും സച്ചി ശ്രുതിക്ക് ഒരു പണി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ശ്രുതി പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് കഴിക്കാതിടുന്ന സമയത്ത് സച്ചി വേഗം പറയുന്നുണ്ട് എന്തൊരു ദുഷ്ട മനസ്സാണ് നിൻ്റേത്, നിന്റെ ഭാര്യ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ നിനക്ക് എങ്ങനെ കഴിക്കാൻ തോന്നുന്നു? നിനക്കറിയാൻ പാടില്ലേ ഭാര്യ ബന്ധം എന്ന് പറഞ്ഞാൽ വളരെയധികം പവിത്രമാണ്. ഒരാൾ വ്രതം എടുത്തു കഴിഞ്ഞാൽ മറ്റേ ആളും കൂടി വ്രതം എടുത്തു കഴിഞ്ഞാൽ ആ വ്രതത്തിന് ശക്തി കൂടുകയുള്ളൂ. നിനക്ക് നിന്റെ അമ്മായച്ചൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് ആഗ്രഹമില്ലേ? നീ കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പാവം പാലറുടെ അടുത്ത് വ്രതം എടുത്തൊക്കെ വെറുതെ ആയി പോകുമല്ലോ എന്നൊരു ടെൻഷനാണ് എനിക്ക് എന്നൊക്കെ സച്ചി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്കാണെന്ന് തോന്നുവാണ് കേട്ടോ. അയ്യോ ഇനിയിപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സുധീയുടെ അച്ഛൻ പുറത്തിറങ്ങാൻ പറ്റില്ല. സുധീയുടെ അച്ഛൻ പുറത്തിറങ്ങി വന്നാലാണല്ലോ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അതൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വേഗം സുധിയോടായിട്ട് പറയുന്നുണ്ട് സുധി നീ ഭക്ഷണം കഴിക്കുമ്പോൾ നീ അവിടെ നിന്ന് എഴുന്നേറ്റോളാനായിട്ട് പറയാം. ഇത് കേൾക്കുമ്പോൾ സുധി വേഗം പറയുന്നുണ്ട് അമ്മേ ഞാൻ ഒന്ന് ഭക്ഷണം കഴിക്കട്ടെ വിശന്നിട്ട് മേല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര സുധിയുടെ കയ്യിൽ നിന്ന് ഭക്ഷണപാത്രം മേടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം മാറി നിന്ന് സുധി കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സുധിയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം മേടിച്ച് വെച്ച ഉടനെ തന്നെ സച്ചി വേഗം തന്നെ പൂരിയും മസാലയൊക്കെ എടുത്ത് കഴിച്ചാൽ ഭയങ്കരമായിട്ട് തന്നെ എന്ത് ടേസ്റ്റ്, എന്ത് സ്വാദ, എന്ത് സ്മൂത്താണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് തന്നെ ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി വായിൽ വെള്ളം ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ ഒരു കാര്യം ശ്രുതിക്ക് തീരെ പിടിക്കുന്നില്ല. ശ്രുതി വേഗം വന്നിട്ട് ശ്രുതിനോട് പറയുന്നുണ്ട് ശ്രുതി വാ നമുക്ക് പുറത്ത് വരെ ഒന്ന് പോകാമെന്ന് പറയുന്ന സമയത്ത് എന്തിനാ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാനാണെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അത് നീ എന്തിനാ അറിയുന്നത്, വാ ശ്രുതി നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറയുന്ന സമയത്ത് ചന്ദ്ര പറയുകയാണ് ശ്രുതി മോളെ പുറത്ത് പോയിട്ട് ഭക്ഷണം ഒന്നും കഴിക്കരുത്, ഇത് വൈകുന്നേരം നേരത്തെ വരണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തിനാ ഇങ്ങനെ പട്ടിണിക്കിടാനാണെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അതല്ല ഇന്ന് നമുക്ക് വൈകുന്നേരം എല്ലാവർക്കും കൂടെ അമ്പലത്തിൽ പോകാനുണ്ട്, എനിക്ക് നമ്മുടെ ശയനപ്രദക്ഷിണമുണ്ട് എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോടായിട്ട് പറയുന്ന സമയത്ത് ശ്രുതിക്ക് ഒരു കൊട്ടുകൊണ്ട അവസ്ഥയായിട്ട്. കാരണം ഇന്നലത്തെ ക്ഷീണം ശ്രുതിക്ക് ഇതുവരെ മാറിയിട്ടില്ല. മാത്രമല്ല നേരം വിളിക്കുന്നതിന് മുന്നേ തന്നെ എഴുന്നേൽപ്പിച്ച് ശ്രുതിനെ കൊണ്ട് കോലം വരപ്പിക്കുകയും അടുക്കളപ്പണിയൊക്കെ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തല്ലോ. ഇനിയിപ്പോൾ വൈകുന്നേരം വന്നിട്ട് അമ്പലത്തിലേക്ക് പോകണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ ശ്രുതി ദേഷ്യപ്പെട്ട് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. ശ്രുതി പോയതിൻ്റെ തൊട്ടുപുറകെ തന്നെ രവി ചന്ദ്രനായിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ആ പെൺകുച്ചിനെ ഇങ്ങനെ ഇട്ട് ഉപദ്രവിക്കുന്നത്, അത് എവിടെയും മര്യാദയ്ക്കൊന്ന് ഒതുങ്ങി വീണോളേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാനതിനെ ഉപദ്രവിക്കുന്നതല്ലല്ലോ, അവൾ അവളുടെ അച്ഛന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ എന്നൊക്കെ ചന്ദ്രൻ മറുപടി പറയുകയാണ്. ഇതേ സമയം തന്നെയാണ് സച്ചിക്ക് നീലിമയുടെ കോൾ വരുന്നത്. അത്യാവശ്യമായിട്ട് ഓട്ടം പോകണമെന്ന് പറയുന്ന സമയത്ത് സച്ചി വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ രേവതി ചോദിക്കുന്നത് സച്ചിയായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ല, നിങ്ങൾ എങ്ങോട്ടേ വേഗം പോകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഓട്ടം അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ട്, എത്ര വേഗം ചെല്ലണമെന്നാണ് പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി തിരക്ക് പിടിച്ച് പുറത്തേക്ക് പോകാനൊരുങ്ങുന്ന സമയം തന്നെ രേവതിയുടെ സാരിയുടെ തുമ്പത്തായിട്ട് കൈയും തുടച്ചിട്ടാണ് പോകുന്നത്. രേവതിയാണെങ്കിൽ സച്ചിയേട്ടൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മൾ നീലിമയെ കൂട്ടിക്കൊണ്ട് സച്ചി വണ്ടിയിൽ പോകുന്ന സമയത്ത് നീലിമയോട് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു ഏജൻസിയിലേക്കായിട്ട് തന്നെ ആക്കേണ്ടത്, തന്നെ കാനഡയിൽ കൊണ്ടുപോയത് അവരായിരുന്നു, അവരോട് തന്നെയാണ് താൻ തിരികെ പോകാനുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് നമ്മുടെ നീലിമ മറുപടി പറയുകയാണ്. അങ്ങനെ ആ ഏജൻസിയുടെ ഓഫീസിന്റെ മുന്നിലായിട്ട് നമ്മുടെ സച്ചി വണ്ടി നിർത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നീലിമ അകത്തേക്ക് കയറി ചെല്ലുന്ന സമയം തന്നെ നീലിമയ്ക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ടിക്കറ്റ് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നേരത്തിന് അന്വേഷിച്ച് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു, അവർ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നീലിമയ്ക്ക് ആദ്യം ആരാണെന്ന് മനസ്സിലാവുന്നില്ല. എന്നിരുന്നാലും തന്നെ അന്വേഷിച്ച് ആരോ വന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്കും നീലിമ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവർ ആരും പേര് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഏജൻസിയിലിരുന്ന സ്റ്റാഫ് അവർ ഓർത്തെടുത്തിട്ട് പറയുന്നുണ്ട്. അതിൽ ഒരാളുടെ പേര് സുധി എന്നാണെന്ന് പറയുമ്പോഴത്തേക്കും നീലിമ ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. മാത്രമല്ല നീലിമ ചിന്തിക്കുന്നുണ്ട് അവൻ കല്യാണം കഴിച്ചില്ല, എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അവൻ എന്നെക്കുറിച്ചുള്ള അന്വേഷണം നിർത്തിയിട്ടില്ലാലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഏജൻസിയിലുള്ള സ്റ്റാഫ് ചോദിക്കുന്നത് എന്താ മേഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത്
യാതൊരുവിധ പ്രശ്നമില്ല, നിങ്ങൾ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് റൂൾസ് ഉണ്ട് മാഡം, വേറെ എന്തുകൊണ്ടും പേടിക്കേണ്ട, മാഡത്തിൻ്റെ യാതൊരു ഡീറ്റെയിൽസും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയില്ല എന്നൊക്കെ ഇങ്ങനെ ഏജൻസിക്കാർ ഉറപ്പ് നൽകുകയാണ്. അതിനുശേഷം തിരികെ വണ്ടിയിലേക്ക് വന്നിരുന്നതിന് ശേഷം നീലിമ ഭയങ്കര ടെൻഷനിലാട്ടെ, കാരണം തന്നെപ്പറ്റി അന്വേഷിച്ച് ശ്രുതി വന്നിരിക്കുകയാണ്. എന്തെങ്കിലും കാരണവശാൽ അവരുടെ കയ്യിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ താൻ മേടിച്ചു പോകുന്ന 50 ലക്ഷം അത് ഏത് വിധേന ശ്രുതി മേടിച്ചെടുക്കുമെന്ന് നമ്മുടെ നീലിമയ്ക്ക് അറിയാം. അങ്ങനെ വണ്ടിയിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന നീലിമയെ കാണുന്ന സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ മേഡം ആകെ ടെൻഷനിലാണല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല സച്ചി എന്ന് നമ്മുടെ നീലിമ മറുപടി പറയുന്നുണ്ട്. അതിനുശേഷം തൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് വിശേഷങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ തന്നെ താൻ സ്ഥിരമായി പോകുന്ന പാർലർ ഉണ്ട്, അത് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചറിയുകയാണ്. അത് പൂട്ടിപ്പോയി എന്നൊക്കെ നീലിമ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ സച്ചി വേഗം തന്നെ പറയുന്നുണ്ട്, മേഡം എനിക്കറിയാവുന്നൊരു പാർലർ ഉണ്ട്, അവിടുത്തെ സ്റ്റാഫ് നല്ലവരാണ്, കുറച്ച് അഹങ്കാരം ഉള്ളൂ എന്നുള്ളൂ, അവൾ നല്ല രീതിയിൽ തന്നെ ചെയ്തു തരുമെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും സച്ചിക്ക് അറിയാവുന്ന പാർലർ തന്നെ, പിന്നെ അങ്ങോട്ടേക്ക് തന്നെ പോകട്ടെ എന്ന് നീലിമ മറുപടി പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് സച്ചിയാണെങ്കിൽ ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ ഞാനാണ് പാർലറായിട്ട് ഇത്രയും വലിയ ബിസിനസ് കൊണ്ട് കൊടുത്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പാർലറായിട്ട് എന്നോട് ചോദിക്കും, നീ നന്നായോ എന്ന് ചോദിക്കും. എന്തായാലും ഈ ഒരു കാര്യം പാർലറടുത്ത് പറയാൻ നിൽക്കണ്ട, മേഡത്തിനെ കൊണ്ടാക്കിയിട്ട് ആ വഴിക്ക് തന്നെ പോകാമെന്നിങ്ങനെ സച്ചി ചിന്തിക്കുകയാണ് കേട്ടോ. അതിനുശേഷം സച്ചി നീലിമയെ പാർലറിൻ്റെ മുന്നിലേക്കായിട്ട് കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ വെയിറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്ന സമയത്ത് വേണ്ട സച്ചി പോയിക്കോളൂ, ഇത് എന്തായാലും കുറച്ച് ടൈം എടുക്കും, അതിനുശേഷം ഞാൻ സച്ചിയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് നീലിമ പാർലറിൻ്റെ ഉള്ളിലേക്കായിട്ട് ചെല്ലുകയാണ് കേട്ടോ. ശ്രുതിയാകട്ടെ മറ്റൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ കേട്ടോ. അങ്ങനെ ബ്യൂട്ടി പാർലർ സ്റ്റാഫ് വന്നിട്ട് ശ്രുതിനോടായിട്ട് പറയുന്നത്, മേഡം വേറൊരു കസ്റ്റമർ കൂടി വന്നിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് അവരോടായിട്ട് വരാനായിട്ട് ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ നീലിമ അകത്തേക്ക് കയറി വരുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ഒന്ന് ഞെട്ടിക്കട്ടെ, കാരണം ശ്രുതിയുടെ നേരത്തെ തന്നെ ശ്രുതി നീലിമയുടെ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുത്തിരുന്നല്ലോ. ആ ഒരു ഓർമ്മപ്രകാരം തന്നെ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുന്ന, ഈശ്വര ഇതിന് നീലിമയായിട്ട് എന്ത് ചെയ്യാനാണ് മേഡം ഇവിടെ വന്നിട്ട്, എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ തന്നെ മേഡം എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കാനഡയിൽ നിന്നാണ് വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ ശ്രുതി ഒരു 50% നീലിമയാണ് ഇതെന്ന് ഉറപ്പിക്കുകയാണ്. എന്നാൽ പൂർണ്ണമായി ഉറപ്പിക്കണമെങ്കിൽ അതിൻ്റെതായ തെളിവേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ തന്നെ മേഡത്തിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് നീലിമ എന്നാണെന്ന് മറുപടി പറയുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ടും നമ്മുടെ നീലിമയാണ് മുന്നിൽ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ശ്രുതി വേഗം തന്നെ പറയുന്നത്, മേഡത്തിൻ്റെ പേര് നല്ല പേരാണല്ലോ എന്ന് പറയുന്ന സമയത്ത് നീലിമ ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെ വർക്കുകളുണ്ട്, എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തു തരുമല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും മേഡം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലാത്ത രീതിക്ക് തന്നെ ഞങ്ങളിവിടെ ചെയ്തു തന്നിരിക്കുമെന്നൊക്കെയാണ് ശ്രുതി മറുപടി പറയുമ്പോഴത്തേക്കും നീലിമ ഒന്ന് ഞെട്ടുകയാണ്. പെട്ടെന്ന് ശ്രുതി പറയുന്നത്, മേഡം പേടിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് മേഡത്തിന് നല്ല രീതിയിൽ തന്നെ മേക്കപ്പ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്, എന്തായാലും മേഡം ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാനിപ്പോൾ തന്നെ വരാമെന്നും പറഞ്ഞുകൊണ്ട് തന്ത്രപൂർവ്വം തന്നെ ശ്രുതി മാറി നിന്നിട്ട് ശ്രുതിനെ വിളിക്കുകയാണ്. ശ്രുതിനെ വിളിക്കുന്ന സമയത്ത് ശ്രുതി ഒരു ഏജൻസിയുടെ അടുത്തായിട്ട് കാനഡയ്ക്ക് പോകാനുള്ള പണം അന്വേഷിക്കാനായിട്ട് പോയതാണ് കേട്ടോ. ആ ഒരു സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഇനി ഏജൻസിയിലൊന്നും പോകേണ്ടതില്ല, ശ്രുതിക്കുള്ള പണം ഇവിടെയുണ്ട്, ഇവിടെ ഒരു വലിയ പണക്കാർ വന്നിട്ടുണ്ട്, കാനഡയിൽ നിന്നാണ് അവർ വന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് നീ അവരോടായിട്ട് പണം ചോദിച്ചോ എന്ന് ശ്രുതിയോടായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പണം ചോദിക്കേണ്ട കാര്യം എന്തിനാ, ശ്രുതിക്ക് വരാനുള്ള പണം ഞാൻ ചോദിച്ചു മേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ശ്രുതി മറുപടി പറയുമ്പോഴത്തേക്കും നീ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ശ്രുതി പറയുകയാണ് കേട്ടോ. ശ്രുതി, ഞാൻ നീലിമയുടെ കാര്യമാണ് പറഞ്ഞത്, നീലിമ ഇവിടെ ബ്യൂട്ടി പാർലർ വന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിരുന്നാലും ശ്രുതി ചോദിക്കട്ടെ, നീ നിങ്ങളുടെ കള്ളം പറയുകയാണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കള്ളമൊന്നുമില്ല ശ്രുതി, നീ എത്രയും വേഗം ഇവിടെ വാ, നീലിമ ഇവിടെ ഉണ്ട് എന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞതിന് ശേഷം കോള് കട്ട് ചെയ്യാം കേട്ടോ. ശ്രുതി തിരികെ വരുന്ന സമയത്ത് നീലിമ പറയുന്നുണ്ട്, എനിക്ക് 1 മണിക്കൂറിനുള്ളിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം, നിങ്ങൾ ഇത്ര ലേറ്റായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മേഡം ക്ഷമിക്കണം, അത്യാവശ്യമായിട്ടൊരു കോൾ വന്നു അതുകൊണ്ട് സംസാരിച്ചാണ്, എന്തായാലും മേഡത്തിന് ലേറ്റ് ആക്കിയാലേ നല്ല രീതിയിൽ തന്നെ എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു വന്നിന് ആദ്യമേ നീലിമയ്ക്കായിട്ട് ചെയ്തു കൊടുക്കുന്ന ത്രെഡാണ് കേട്ടോ. എന്നാൽ ശ്രുതി തൻ്റെ ഉള്ളിലുള്ള ദേഷ്യങ്ങളെല്ലാം പുറത്ത് പ്രകടിപ്പിച്ചുകൊണ്ടാണ് നീലിമയ്ക്ക് ത്രെഡ് ചെയ്തു കൊടുക്കുന്നത്. നീലിമയ്ക്ക് നല്ല രീതിയിൽ തന്നെ വേദനിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ത്രെഡിങ് കഴിഞ്ഞതിന് ശേഷം നീലിമയുടെ അടുത്ത് ചോദിക്കും, മേഡം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് നല്ലതാണ്, ചെയ്തേക്കുന്നത് നല്ലതാണ്, ഇനി നമുക്ക് ഫേഷ്യൽ ചെയ്യാം, കൂടിയ ഫേസ് പാക്ക് തന്നെ ഉപയോഗിക്കാം എന്നൊക്കെയാണ് നീലിമ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് നീലിമയെ രൂക്ഷമായിട്ടൊന്ന് നോക്കി നിൽക്കുകയാണ് ശ്രുതി. പിന്നീട് കാണിക്കുന്ന നമ്മുടെ രേവതിയാണ്. രേവതി മറ്റൊരു ഷോപ്പിലേക്കായിട്ട് പൂക്കളുമായിട്ട് പോകുന്ന സമയത്ത് റോഡിൻ്റെ സൈഡിലായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വണ്ടിയിൽ നിന്ന് താക്കോലെടുക്കാൻ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഷോപ്പിലേക്കായിട്ട് ചെല്ലുകയാണ്. അതിനുശേഷം അവിടെയുള്ള ചേച്ചിക്ക് പൂക്കൾ കൊടുത്തിട്ട് രേവതി പോകാതിരിക്കുന്ന സമയത്ത് ഇവർ രേവതിയോട് പറയുന്നത്, രേവതി എന്തായാലും നല്ല കാര്യമായി, നേരത്തെ നീ പൂക്കൾ വിൽക്കാനായിട്ട് സൈക്കിളിലാണ് വന്നിരുന്നെങ്കിൽ ഇപ്പം നീ വരുന്നത് വണ്ടിക്കാണ്, എന്തായാലും നിനക്ക് നല്ല ഭാവിയുണ്ട്, നിനക്ക് നല്ലൊരു ഭർത്താവിനെയാണ് കിട്ടിയിരിക്കുന്നത്, സച്ചി നിനക്ക് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇവർ രേവതിയോടായിട്ട് പറയുന്നുണ്ട്, രേവതി എനിക്കൊന്ന് വീട് വരെ പോകണം, എൻ്റെ മോള് വന്നിട്ട് വീട്ടിലേക്ക് പോകാമെന്നാണ് ഞാൻ കരുതുന്നത്, പക്ഷെ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു, നിനക്കറിയാമല്ലോ എൻ്റെ വീട് ഇവിടെ അടുത്താണ്, ഞാൻ വേഗം പോയിട്ട് വരാമെന്നൊക്കെ പറയുമ്പോൾ ആദ്യമൊക്കെ രേവതി തനിക്കിനി 2 പൂക്കടകളിൽ നിന്ന് കയറാനുണ്ട്, അത്യാവശ്യമായി തിരക്കാണ് ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും
ഇവരുടെ ബുദ്ധിമുട്ട് കാണുന്ന സമയത്ത് രേവതി താൻ ഷോപ്പിൽ നിർത്താമെന്ന് സമ്മതിക്കാൻ കേട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.